ശേഷം ബഹുമാനപ്പെട്ട ഗൗസുൽ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൂഫിസം. ഇപ്പോൾ സൂഫിസം ഒരു ട്രെൻഡായി നിൽക്കുന്ന കാലമാണല്ലോ അല്ലേ? പടച്ചറപ്പ് കാക്കട്ടെ. സൂഫിസം എന്ന് പറയുന്നത് നാവിലൂടെ അല്ല വേണ്ടത്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാലം അവസാനമാകുന്ന സമയത്ത് ആളുകളുടെ പ്രസംഗങ്ങൾ തൊണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്കാണ് വരിക, തൊണ്ടയിൽ നിന്നാണ് വരിക. പ്രസംഗം എവിടുന്നാണ് വരേണ്ടത്? ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കാണ് ഈ പ്രസംഗങ്ങൾ ചെല്ലേണ്ടത്. തൊണ്ടയിൽ നിന്നും വരുന്നതിന് എന്തുണ്ടാവില്ല? താൽക്കാലിക നിലനിൽപ്പേ ഉണ്ടാവുള്ളൂ. ഒരാൾ സൂഫിയുടെ വേഷം ധരിച്ചു എന്ന് സൂഫിയാവോ? ഒരാൾ കറുത്ത കുപ്പായിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയാർ അബ്ദുല്ലാജി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ധരിച്ചതുപോലെ കറുത്ത കുപ്പായിട്ട് എന്നാൽ മൂപ്പര് വലിയ സൂഫിയാവോ? അല്ലെങ്കിൽ പച്ച തലീക്കെട്ട് കെട്ടി എന്നാൽ സൂഫിയാകോ? അല്ലെങ്കിൽ ഒരു നാടനായ ഒരാൾ നല്ല വെള്ള ജുബ്ബിയും വെള്ള കുപ്പായൊക്കെ ഇട്ട് തലീക്കെട്ടൊക്കെ ഇങ്ങനെ നെട്ടിയിട്ട് ഓനോട് നമ്മളെ നെഹവിയായ എന്തെങ്കിലും ഗ്രാമർ ചോദിച്ചാൽ മൂപ്പര് കിട്ടുമോ? കിട്ടൂല. അപ്പം വേഷവിധാനങ്ങൾ കൊണ്ട് ഒരു കാര്യമല്ല. അതല്ല സൂഫിസം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാൻ ഏതൊരു വ്യക്തിക്ക് കഴിഞ്ഞോ അവൻ സൂഫിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.